ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്, പാത്ത് ഓഫ് എവല്യൂഷൻ. 10th സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്, പാത്ത് ഓഫ് എവല്യൂഷൻ. ദ തിയറി ഓഫ് എവല്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ലെമാർക്കിസും ഡാർവിനിസും ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ മാനിൻ്റെ എവല്യൂഷൻ, പിന്നെ നമ്മളുടെ നെർവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് തിയറി ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലെമാർക്കിസം. ലെമാർക്കിസം എന്ന് പറഞ്ഞാൽ എന്താ? തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ ബൈ ജീൻ ലെമാർക്ക്. ലെമാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സയൻറ്റിസ്റ്റാണ്. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. നമുക്ക് ജീവിച്ച് വരുന്ന സമയത്ത് ഒരു ഓർഗാനിസം ജനിച്ച് അത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അക്വയർ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്ന ക്യാരക്ടറിനെയാണ് അക്വയർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ലെമാർക്കാണ് ഫസ്റ്റ് ആ തിയറി കണ്ടുപിടിച്ചത്. അക്വയർഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യുന്ന വേരിയേഷനെയാണ് അക്വയർഡ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓഫ് സ്ട്രിങ്സിലേക്ക് എന്നിട്ട് ആ അക്വയർഡ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത ക്യാരക്ടേഴ്സ് അത് ഓഫ് സ്ട്രിങ്സിലേക്ക്, ഇപ്പോൾ പാരൻറ്റിൽ നിന്ന് ഓഫ് സ്ട്രിങ്സിലേക്ക് പകർന്നു കൊടുക്കുന്നു എന്ന് ലെമാർക്ക് കണ്ടുപിടിച്ചു. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ജിറാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിറാഫിൻ്റെ ആദ്യകാലത്ത് കണ്ടുവന്നിരുന്ന ജിറാഫിൻ്റെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ടായിരുന്നു. എന്താ പറയുക, എന്നിട്ട് അവർക്ക് ഫുഡിൻ്റെ സ്കേസിറ്റി കാരണം അവർക്ക് അവിടെ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഷോർട്ടെന്ന് പറഞ്ഞാൽ അടിയിലത്തെ ട്രീസിൽ ലീവ്സൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അവർക്ക് മുകളിൽ ടോപ്പത്തെ ട്രീസിലുള്ള ലീവ്സൊക്കെ സ്ട്രെച്ച് ചെയ്ത് കഴിക്കണം. അപ്പോൾ അങ്ങനെ അവർ നെക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് നീട്ടി കഴിച്ചിട്ട് എന്ത് ചെയ്തു, അവരുടെ ഉണ്ടാകുന്ന തലമുറകൾക്കൊക്കെ നീളമുള്ള നെക്കായിട്ട് മാറി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ലെമാർക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ഒരു ലൈഫ് ടൈം ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫുഡിന് വേണ്ടി അവർ അവരുടെ നെക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് എന്തായിരുന്നു ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിനൊക്കെ നീളമുള്ള, ആദ്യം ഉണ്ടായിരുന്നത് ഷോർട്ടായിരുന്നു, സ്ട്രെച്ച് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിനൊക്കെ നല്ല നീളമുള്ള കഴുത്തായി എന്നാണ് ആര് പറഞ്ഞത്? ലെമാർക്ക് പറഞ്ഞത്. പക്ഷേ സയൻറ്റിസ്റ്റുകളൊക്കെ ലെമാർക്കിസത്തിൻ്റെ തിയറി റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഒരിക്കലും അങ്ങനെ ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ നെക്ക് അല്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ എന്താ പറയുക, ലെഗ്, ഹാൻഡ് ഒക്കെ അക്വയർഡ് ചെയ്ത് ആ ഒരു ഫുഡിന് വേണ്ടി നീണ്ടു പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. കാരണം നെക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് നെക്ക് വലുതായി, അതുകൊണ്ടാണ് ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിന് ലോങ് നെക്ക് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് ലെമാർക്കിൻ്റെ തിയറി റിജക്റ്റ് ആയത്. പക്ഷെ അതൊരു ഫസ്റ്റ് തിയറി ആയതുകൊണ്ട് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഡാർവിനിസം. എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ചാൾസ് ഡാർവിനാണ് ഡാർവിനിസം ഫസ്റ്റ് കണ്ടുപിടിച്ചത്. ഓർഗാനിസം വിത്ത് ഫേവറബിൾ വേരിയേഷൻ ടു എൻവിയോൺമെൻറ്റിൽ ഫേവറബിൾ വേരിയേഷൻ ഉള്ളവർ സർവൈവ് ചെയ്യുകയും അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവിയോൺമെൻറ്റിനനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് വേരിയേഷൻ സംഭവിക്കുന്ന ഫേവറബിൾ വേരിയേഷൻ നടക്കാൻ സാധിക്കുന്ന ഓർഗാനിസംസ് മാത്രം എന്ത് ചെയ്തു, സർവൈവ് ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും പുതിയ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കുകയും ചെയ്തു. ഡാർവിൻ പറഞ്ഞത് നാച്ചുറൽ ആയിട്ടൊരു സെലക്ഷൻ നടക്കുന്നുണ്ട്. ചാൾസ് ഡാർവിനിസം എന്ന് പറഞ്ഞ തിയറിയിലൂടെ എന്താ പറഞ്ഞത്, ഒരു നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നുണ്ട്. കുറേ ഓർഗാനിസം ഉണ്ടാക്കുന്നു. അതിൽ ഫേവറബിൾ വേരിയേഷൻ കാണിക്കുന്ന ഓർഗാനിസം മാത്രം സർവൈവ് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയ ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കുന്നു. അവർക്ക് അവിടെ ആ എൻവിയോൺമെൻറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഓർഗാനിസം എന്ത് ചെയ്യുന്നു, അവർ എന്ത് ചെയ്യുന്നു, അവിടെ ഇല്ലാണ്ടായി പോകുന്നു, അവരുടെ പോപ്പുലേഷൻ അങ്ങനെ ഇല്ലാണ്ടായിട്ട് പോകുന്നു. അപ്പോൾ വേരിയേഷൻ കാണിക്കാൻ പറ്റുന്ന ഓർഗാനിസം മാത്രം സർവൈവ് ചെയ്യുന്നു, അല്ലാത്തവരെന്ത് ചെയ്യുന്നു, ഇല്ലാണ്ടായി പോകുന്നു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ മേജർ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. ഓവർ പ്രൊഡക്ഷനിൽ കുറേ ഓർഗാനിസം, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടാകുന്നു. ആ ഓവർ പ്രൊഡക്ഷൻ കാരണം കുറേ വെറൈറ്റി ഓർഗാനിസം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വെറൈറ്റീസ് ഓർഗാനിസംസ് അവർക്ക് പല വേരിയേഷൻ സംഭവിക്കുന്ന സമയത്ത് ചിലതിന് എന്താവും, സ്ട്രഗിൾസ് ഫോർ എക്സിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വേരിയേഷനോ അധികം ക്യാരക്ടറോ ഒന്നും ഇല്ലാത്തവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ അവർ സ്ട്രഗിൾ ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും
ഫിറ്റസ്റ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റായിട്ട് ആപ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫിറ്റായിട്ട് പോകാൻ പറ്റുന്ന അവർ മാത്രം സർവൈവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഈ വേരിയേഷനുള്ള ഫേവറബിൾ വേരിയേഷൻ കാണിക്കുന്ന ഓർഗാനിസം മാത്രം സർവൈവ് ചെയ്തു പോകുന്നു. ഓക്കേ.